എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹലോ ഗ്രോവറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, നമ്മൾ പല ആൾക്കാരും വിളിച്ച് ചോദിക്കാറുണ്ട്, ഏലകൃഷി പാട്ടത്തിനെടുത്ത് ചെയ്താൽ ലാഭകരമാണോ എന്നുള്ളത്. അപ്പോൾ ഈ വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ഏലകൃഷി പാട്ടത്തിനെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ നമുക്ക് നഷ്ടമില്ലാതെ ഏലകൃഷി ചെയ്തു പോകാം എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ഏലകൃഷി പാട്ടത്തിനെടുക്കുമ്പോൾ ഈ പാട്ടം എടുക്കാൻ പോകുന്ന സ്ഥലം പ്രത്യേകിച്ച് നമ്മൾ നോക്കുക. ജലലഭ്യത കൃത്യമായിട്ടുണ്ടോ, വേനൽക്കാലത്ത് നമുക്ക് നനയ്ക്കുവാനുള്ള സൗകര്യമുണ്ടോ എന്നുള്ളതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഷെയ്ഡ്, ഇതിപ്പോൾ കൃഷിയുള്ള സ്ഥലങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത് ഷെയ്ഡ് എങ്ങനെയുണ്ട്, ഏതൊക്കെ മരങ്ങളാണ് ഷെയ്ഡായിട്ട് നിൽക്കുന്നത്, ഈ കാര്യങ്ങളും നമ്മൾ നോക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ ഈ പാട്ടത്തിനെടുക്കാൻ പോകുന്ന സ്ഥലത്ത് നിലവിൽ നിൽക്കുന്ന ചെടി ഏതാണ് എന്നുള്ളത് നമ്മൾ നോക്കുക. നല്ല ചെടികൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്നും ഉദ്ദേശിക്കുന്ന ആദായം കിട്ടുകയുള്ളൂ. അതല്ല, ഈ മോശം ചെടികളാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര രീതിയിൽ നമ്മൾ വളപ്രയോഗം നടത്തിയാലും അതുപോലെ കൃഷി എത്ര നന്നായി ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വിളവ് ലഭിക്കുകയില്ല. അപ്പോൾ ചെടി ഏതാണെന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ജലലഭ്യത കൃത്യമായിട്ടുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഷെയ്ഡ്, ഏത് മരങ്ങളാണ് ഷെയ്ഡിനുള്ളത് എന്നുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളൊരു തോട്ടം എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു ബഡ്ജറ്റ് തയ്യാറാക്കുക. നമ്മളിപ്പോൾ ഒരു ഒരേക്കർ സ്ഥലമാണ് നമ്മൾ എടുക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരേക്കർ സ്ഥലത്തിൽ നമ്മൾ ഒരു കൊല്ലം കൃഷി ചെയ്യുന്നതിന് നമുക്ക് എത്ര രൂപ നമുക്ക് ചിലവാകും, അതിൽ നിന്ന് നമുക്ക് എത്ര രൂപയുടെ ആദായമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിന് വരാൻ സാധ്യതയുള്ള ചിലവുകൾ നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്യുക. അത് അങ്ങനെ ചെയ്തില്ല എങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു പാട്ടം എടുക്കുന്ന സമയത്ത് നമ്മളൊരു തുക നമ്മൾ കൊടുക്കും. ആ തുക കൊടുത്തതിന് ശേഷം നമ്മൾ കൃഷി ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പണമില്ലാത്ത ഒരവസ്ഥ വരും. അവിടെ വെച്ചിട്ട് കൃഷി നമുക്ക് ബ്രേക്കായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തോട്ടങ്ങൾ എടുക്കുന്ന സമയത്ത് പൊതുവെ വളരെ നല്ല ആദായത്തിൽ നിൽക്കുന്ന ഒരു തോട്ടം പോയി എടുക്കാതെ ആദായം കുറവുള്ള, അതല്ലെന്നുണ്ടെങ്കിൽ കൃഷി ചെയ്യാത്ത കാടുകൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ കൃഷി ചെയ്യാത്ത കാടുകൾ എടുത്ത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ അവിടെ ഏലം പ്ലാന്റ് ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാട്ടത്തുക വളരെ ചെറിയൊരു തുകയ്ക്ക് ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഈ നല്ല ആദായത്തിൽ നിൽക്കുന്ന ചെടികളുടെ ആദായം നമുക്ക് ഇതിൽ നിന്ന് എടുക്കുവാനും സാധിക്കും. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ആദായമില്ലാത്ത തോട്ടമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2 കൊല്ലത്തോളം എടുക്കും നമ്മൾ അതിനകത്ത് പ്ലാന്റ് ചെയ്ത് അതിൽ നിന്ന് നമുക്കൊരു വരുമാനം ലഭിക്കുവാൻ. അപ്പോൾ നമ്മൾ ഒരു വർഷത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഈ 2 കൊല്ലത്തെ ഒരു കാര്യം കൂടി പ്ലാൻ ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2 കൊല്ലത്തേന് വരുമാനം ലഭിക്കുകയില്ലല്ലോ. അപ്പോൾ അതുകൂടി നമ്മൾ നമ്മുടെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ നമ്മൾ മിനിമം വെച്ചിട്ട് നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ഏലത്തിൽ നിന്നും 1000 കിലോ അല്ലെങ്കിൽ 800 കിലോ ഒക്കെ ചരക്കെടുക്കുന്ന തോട്ടങ്ങൾ കാണും. അപ്പോൾ അത് വെച്ച് നമ്മൾ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യാതെ മിനിമം ഒരു 400 to 500 കിലോ എന്നുള്ള രീതിയിൽ ഒരേക്കറിൽ നിന്ന് ലഭിക്കുന്ന രീതിയിൽ മാത്രം നമ്മൾ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, ഇപ്പോൾ ഏലക്കായുടെ വില കൂടുകയോ കുറയുകയോ ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മളെ അത് കാര്യമായി ബാധിക്കുകയില്ല. അതുപോലെ ഏലക്കായുടെ വില നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴും മിനിമം ഒരു 1000 രൂപ 1 കിലോ ഏലക്കായ്ക്ക് എന്നുള്ള ഒരു റേറ്റ് വെച്ച് മാത്രമേ നമ്മൾ പ്ലാൻ ചെയ്യാവുള്ളൂ. അങ്ങനെ ഒരു 1000 രൂപ 1 കിലോ ഏലക്കായ്ക്ക് ലഭിക്കുകയും അങ്ങനെ നമ്മൾ ഒരു 500 കിലോ ഏലക്ക നമുക്ക് ലഭിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 5 ലക്ഷം രൂപയാണ് നമുക്കതിൽ നിന്നും ലഭിക്കുവാൻ സാധ്യതയുള്ള വരുമാനം. അങ്ങനെ 5 ലക്ഷം രൂപ ലഭിക്കുന്ന ഒരു തോട്ടത്തിന് നമുക്ക് പരമാവധി കൊടുക്കാൻ പറ്റുന്ന ഒരു തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപയാണ്. 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമ്മൾ കൊടുത്ത് പാട്ടം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നഷ്ടം വരുവാനുള്ള ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ 1.5 ലക്ഷം രൂപ നമ്മൾ മുടക്കി നമ്മൾ പാട്ടം എടുത്ത ഒരു തോട്ടത്തിൽ നിന്ന് നമുക്ക് പിന്നെ വരാവുന്ന ചിലവുകൾ നമ്മൾ പ്ലാൻ ചെയ്യുക. അതിനകത്ത് ലേബർ ചാർജായിട്ട് എത്ര രൂപ വരാൻ സാധ്യതയുണ്ട്, വളത്തിനും കൃഷി മരുന്നുകൾക്കും വേണ്ടി എത്ര രൂപ നമുക്ക് ചിലവാക്കാൻ സാധിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുക. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള പരമാവധി വരുമാനം എന്ന് പറയുന്നത് 2 ലക്ഷം രൂപ ആയിരിക്കും. അതായത് ഒരേക്കർ സ്ഥലത്തിൽ നിന്നും 500 കിലോ ഏലക്ക ലഭിക്കുകയും ആ ഏലക്കായ്ക്ക് 1 കിലോയ്ക്ക് 1000 രൂപ വില ലഭിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന പരമാവധി വരുമാനം എന്ന് പറയുന്നത് 5 ലക്ഷം രൂപ ആയിരിക്കും.
എന്നാൽ ചില സമയങ്ങളിൽ നമുക്ക് ഈ കൃഷിയിൽ നിന്നും കൂടുതൽ വരുമാനം ലഭിക്കാം. ഈ 1000 രൂപ എന്നുള്ള ഏലക്കായുടെ വില ഒരു പക്ഷേ 2000 ആകാം, അതിൽ കൂടുതൽ ലഭിക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ വരുമാനം കിട്ടും. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എപ്പോഴും മിനിമം ആയിട്ടുള്ള വില വെച്ച് മാത്രം പ്ലാൻ ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പാട്ടത്തുക കൂടുതലായിരിക്കും, നമ്മുടെ പ്ലാനിങ്ങിലുള്ള മറ്റു തുകകളെല്ലാം കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ നഷ്ടം വരുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ സ്ഥലം നമ്മൾ എടുക്കുന്നതിന് മുന്നേ കൃത്യമായി അളന്ന് എഗ്രിമെന്റ് വെച്ച് നമ്മൾ മേടിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ നമ്മൾ മേടിക്കുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഏക്കർ സ്ഥലത്തിനകത്ത് നമുക്ക് എത്ര ഏലച്ചെടി കാണും എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ധാരണ കാണണം. സാധാരണ രീതിയിൽ 400 മുതൽ 500 ഏലച്ചെടികൾ വരെയാണ് ഒരേക്കർ സ്ഥലത്തിനകത്തുള്ളത്. അത് കൃത്യമായി നമ്മൾ ചെടികൾ എണ്ണി മേടിക്കുകയോ അല്ലെങ്കിൽ സ്ഥലം അളന്ന് മേടിക്കുകയോ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ പാട്ടത്തിന് ഏലച്ചെടികൾ എടുക്കുക. പിന്നെ ഏലച്ചെടികൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബറാണ്. സാധാരണ രീതിയിൽ നമ്മുടെ ഒരു 10 ഏക്കർ ചെടികളൊക്കെ നമ്മൾ പാട്ടത്തിന് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നല്ല ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ക്രോപ്പാണ് ഏലം. അപ്പോൾ വളരെയധികം തൊഴിലാളികളെ നമുക്ക് ആവശ്യമായി വരും. അപ്പോൾ ഒരു ഏക്കറിന് ഒരു തൊഴിലാളി എന്ന രീതിയിൽ നമ്മൾ കരുതി മാത്രം തോട്ടങ്ങൾ എടുക്കുക. ഇപ്പോൾ ഒരു 10 ഏക്കർ തോട്ടം എടുക്കുന്ന ഒരാൾക്ക് കൃത്യമായി ഒരു 10 പണിക്കാർ എപ്പോഴും ലഭ്യമാകുന്ന രീതിയിൽ നമ്മൾ തോട്ടങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു 25 ഏക്കർ എടുക്കുന്ന ഒരാൾ 5 പണിക്കാരെ വെച്ചിട്ടാണ് ഇത് മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ പണികൾ ഒരിടത്തും എത്താത്തൊരു അവസ്ഥ വരും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കിന് നമുക്കൊരു ക്രോപ്പ് ലോസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഏക്കറിന് ഒരു പണിക്കാരൻ എന്നുള്ള രീതിയിൽ കരുതിക്കൊണ്ട് മാത്രം നമ്മൾ തോട്ടങ്ങൾ എടുക്കുക. നമ്മളൊരു ഒരേക്കർ ഏലച്ചെടിയിൽ നിന്ന് നമുക്കൊരു 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ആദായമല്ല ഒരു നെറ്റ് പ്രോഫിറ്റ് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. ഒരു 1.5 ലക്ഷം എന്നുള്ള രീതിയിൽ മിനിമം നമ്മളിട്ട് കണക്ക് കൂട്ടി മാത്രം കൃഷി ചെയ്യുക. അതല്ല ഒരു കൂടിയ തുക നമ്മൾ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ഇനി നമുക്ക് ചിലപ്പോൾ ഏലക്കായ്ക്ക് വില കൂടുന്നത് കൊണ്ട് നമുക്ക് ഒരു കൂടിയ തുക ലഭിക്കാം. അത് നമ്മളൊരു അഡ്വാൻസായി മാത്രം നമ്മൾ കണക്കാക്കുക. എപ്പോഴും നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഏറ്റവും മിനിമം പ്രോഫിറ്റ് ഇട്ട് മാത്രം നമ്മൾ കണക്ക് കൂട്ടുക. ഇനി നിങ്ങളൊരു മറ്റൊരു ജില്ലയിൽ നിന്ന് വന്നെടുക്കുന്നവരോ അല്ലെങ്കിൽ ഏലകൃഷിയിൽ മുൻ പരിചയമില്ലാത്ത ആൾക്കാരോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃഷി ചെയ്ത് പരിചയമുള്ള ഒരാളെ കൊണ്ടുപോയി തോട്ടം കാണിച്ചതിന് ശേഷം മാത്രം എടുക്കുക. അവരുടെ ഭാഗത്തു നിന്നും അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രം എടുക്കുക. ഇപ്പോൾ അതുപോലെ നമ്മൾ ഈ മണ്ണും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മണ്ണിനടിയിൽ ഒത്തിരി പാറയാണോ മറ്റു കാര്യങ്ങളെല്ലാം നോക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ചെടി വേനൽക്ക് ഉണങ്ങിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾ ചെടി നോക്കാൻ പോകുന്ന സമയത്ത് ചെടി ഏറ്റവും മോശം അവസ്ഥയിൽ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ പോയി കണ്ടിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ സീസണിൽ പോയി നന്നായിട്ട് കായ്ച്ച് കിടക്കുന്നത് കണ്ടിട്ട് നമ്മൾ എടുക്കാൻ പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വേനൽക്ക് ജലലഭ്യത ഇല്ലാത്ത തോട്ടമാണെന്നുണ്ടെങ്കിൽ അത് ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും മോശം അവസ്ഥയിൽ നമ്മൾ ചെടികൾ പോയി കാണുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏപ്രിൽ മാസം അല്ലെങ്കിൽ മാർച്ച്, ഏപ്രിൽ, മെയ് ഈ മാസങ്ങളിലായിരിക്കണം നമ്മൾ ചെടികൾ പോയി കണ്ട് ആ തോട്ടം വിലയിരുത്തിയിട്ട് എടുക്കുക. അല്ലാത്ത സമയങ്ങളിൽ പോയി എടുത്താൽ തോട്ടം കാണുന്ന സമയത്ത് നല്ലതായിരിക്കും. എന്നാൽ നമ്മൾ എടുത്തതിന് ശേഷം കൃഷി ചെയ്ത് വേനൽ വരുമ്പോൾ ചിലപ്പോൾ ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങൾ വിലയിരുത്തി മാത്രം തോട്ടങ്ങൾ എടുക്കുക. ഈ ഒരു വീഡിയോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പരിമിതമായ അറിവുകളിൽ നിന്നിട്ട് ചെയ്തതായിരിക്കും. അപ്പോൾ ഈ ഒരു ഏലകൃഷിയെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.